വെൽക്കം ടു കോക്ക്പിറ്റ് വൺസ് അഗൈൻ ഗൈസ്. നമ്മൾ ഇന്ന് റിവ്യൂ എടുക്കാൻ പോകുന്നത് സെലീറിയാണ്. സെലീറി ഈ വണ്ടി 2020 മോഡലാണ്. ഒരു 1 മന്തേ ആയിട്ടുള്ള എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ എൻജിൻ ബേ തുറന്ന് നോക്കാം. ഇവിടെ എങ്ങാണ്ടായിരുന്നു കിട്ടി. ഇതാണ് ഇതിൻ്റെ എൻജിൻ ബേ. ഇത് K10 B മോട്ടറാണ്, K10 B എൻജിനാണ് ഈ വണ്ടിക്ക്. ഇത് 2014 ശരിക്കും സെലീറിയോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ആദ്യം വന്നിരുന്ന മോഡൽ ഇങ്ങനെ ആയിരുന്നില്ല. ഇതിനൊരു ഫേസ് ലിഫ്റ്റ് സംഭവിച്ചൊരു മോഡലാണ് ഈ കാണുന്നത്. ആദ്യം ഉണ്ടായിരുന്ന ബമ്പർ ഇങ്ങനെ ആയിരുന്നില്ല, ഗ്രില്ല് ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോഴാണ് ഈ ഗ്രില്ലും ബമ്പറും ഒക്കെ ഇങ്ങനെ ആയിട്ട് കുറച്ചുകൂടി ഒരു ഭംഗിയായത്. ആദ്യത്തെ സെലീറിയോ എനിക്ക് അത്ര നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നില്ല. ഇത് സെലീറിയോ ശരിക്കും എല്ലാവർക്കും അറിയാവുന്ന വണ്ടിയാണ്. ശരിക്കും ഒരു ഫാമിലി കാറായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ട് എനിക്കിതിൻ്റെ ഭയങ്കരമായ ഡീറ്റെയിലിംഗ് കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും എല്ലാ ഫാമിലിയിലും ഉള്ളൊരു വണ്ടിയാണ്. ഇതിന് വരുന്ന ടയർ സൈസ് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റൈഡ് കംഫർട്ട് തരുന്നുണ്ട്. പക്ഷേ ടയർ നോക്കുമ്പോൾ 165 ആണ്. അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ടയർ അപ്സൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇത് VXi വേരിയൻ്റ് ആണ്. VXi വേരിയൻറ്റിന് ബോഡി കളേർഡ് ആയിട്ടുള്ള സൈഡ് മിറർ തരുന്നുണ്ട്. ആൻഡ് ഈ സൈഡ് മിററിന് അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സേഫ്റ്റിയെ പറ്റി കർശനമായ പിന്നെ നമുക്ക് എല്ലാ വണ്ടികൾക്കും ബാക്കിൽ 2 സെൻസേഴ്സ് വരുന്നുണ്ട്. ഞാൻ എൻ്റെ ലാസ്റ്റ് റിവ്യൂ ഓൾട്ടോയുടെ ആയിരുന്നു. അപ്പോൾ ഓൾട്ടോയുടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു സെൻസറാണ്, ഇത് സെൻസറാണ്. ഈ 2 സെൻസറിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് ഇപ്പം കമ്പനി പറയുന്നത്. പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഇങ്ങനെ നിരത്തി സെൻസേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ നിരത്തി സെൻസർ വരുന്നില്ല, ആകെ 2 സെൻസറേ തരുന്നുള്ളൂ. പക്ഷേ ഈ സെൻസർ അത്യാവശ്യം നല്ല ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ട് കേട്ടോ. പിന്നെ ബാഡ്ജിങ്ങുകൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇത് VXi AMT വേരിയൻ്റ് ആണ്. പണ്ട് ഇവിടെ നമ്മുടെ ഈ സൈഡിലോ ഇവിടെയാണെന്ന് തോന്നുന്നു ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളയും നീലയൊക്കെ ചേർന്നിട്ടൊരു വൃത്തികെട്ട ബാഡ്ജിങ് മാരുതി സുസുക്കി ഒട്ടിച്ച് വെക്കുമായിരുന്നു. എനിക്കൊക്കെ ഇത് കാണുമ്പോഴേ കലിയാണ്, തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്ത് വൃത്തികെട്ട ബാഡ്ജിങ്ങാണത്. അതുപോലെ തന്നെ സെലീറിയോ VXi, LXi, ZXi ആണെങ്കിൽ അത്, പിന്നെ ZXയുടെ മുകളിലൊരു പ്ലസ്, ഇങ്ങനത്തെ പരിപാടിയല്ല ഈ മാരുതി സുസുക്കിക്കാർ നിർത്തി. ഇപ്പോൾ അങ്ങനത്തെ ബാഡ്ജിങ്ങുകളൊന്നും ചെയ്യുന്നില്ല. അത് വളരെ മികച്ച ഒരു തീരുമാനമായിരുന്നു, വളരെ മികച്ച തീരുമാനം. ബൂട്ടൊന്ന് തുറന്ന് കാണിക്കാം. കണ്ടില്ലേ, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ ഈ പാഴ്സൽ ട്രേ വരുന്നുണ്ട്. പാഴ്സൽ ട്രേ നമുക്ക് ഊരി മാറ്റി വെക്കാൻ പറ്റുന്ന സാധനമാണ്. അതെ, ഊരി മാറ്റി വെക്കാവുന്ന സാധനമാണ്. ഇവിടെ ഇതൊരു ലോക്കാണ്. ഈ ലോക്ക് തട്ടിക്കഴിഞ്ഞാൽ ഇത് ഊരി മാറ്റി വെക്കാൻ പറ്റും. ഊരി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വലുപ്പത്തിലൊക്കെ ഒരു ലഗേജ് ബോക്സ് വെക്കാൻ പറ്റും. പിന്നെ ബാക്കിലത്തെ ടയർ കണ്ടോ, വീലാർച്ചിനകത്തല്ല നിൽക്കുന്നത്. ഇത് നമ്മൾ അലോയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ടയർ കുറച്ചുകൂടെ വീലാർച്ചിനോട് ചേർന്ന് നിൽക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇറങ്ങി നിൽക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ബാക്കിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ കിടലമായിരിക്കും. നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ജസ്റ്റ് ഇതൊരു ചെറിയ സ്പോയിലർ ലുക്ക് തരുന്ന പോലത്തെ ഒരു ഇതാണ്. ബോഡിയോട് ചേർന്ന് തന്നെ വരുന്നതാണ്. പക്ഷേ സ്പോയിലർ അല്ല, സ്പോയിലർ സെലീറിയോയ്ക്ക് വരുന്നുണ്ട്. സ്പോയിലർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വണ്ടിക്ക് നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നതേ ഒരു ഹെയ്റ്റ് ഇറ്റ് ഓർ ലവ് ഇറ്റ് എന്ന് പറയുന്നൊരു ഡിസൈനാണ്. ഇത് ആദ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല 2014 ഈ വണ്ടി വന്നത്. അന്നേരത്തേക്കും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫാമിലിയിലും ഉള്ളൊരു വാഹനമാണ് സെലീറിയോ. ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ലൈറ്റ് കാണുന്നുണ്ട്. ഇതൊരു ബ്രേക്ക് ലൈറ്റാണ്. അത് അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ബാക്ക് സീറ്റ് ഒന്ന് നോക്കാം. കണ്ടില്ലേ, അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു കുറച്ച് നമ്മൾ ഇതിനകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് അപ്രൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടും കാര്യങ്ങളും ഫീൽ ചെയ്യും. ഇത് ശരിക്കും ഒരു സിറ്റി കാറാണെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട ചെറിയ ലോങ് റൈഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5'8" ആണ്. അപ്പം ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ മുട്ടും കാര്യങ്ങളും ഒന്നും ഇടിക്കുന്നില്ല. മേ ബി ഒരു 6 അടി ഹൈറ്റൊക്കെ ഉള്ള ആൾക്കാർ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെയൊക്കെ മുട്ട് വരുമായിരിക്കും. എന്ന് പറഞ്ഞാൽ പോലും ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിടാമെന്നുണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. പിന്നെ തൈ സപ്പോർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ല എന്നേ ഉള്ളൂ. ഭയങ്കരമായ തൈ സപ്പോർട്ടും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഹെഡ് റൂം അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല ഹെഡ് റൂം കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും. ആ കാര്യത്തിൽ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ബേജ് കളറാണ് ഫുള്ള് കൊടുത്തേക്കുന്നത്. പാഡുകളും ഇവിടെ എല്ലാം ബേജ് കളറാണ്. സോ നമുക്ക് ഫുള്ളായിട്ടൊരു എയറി ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സീറ്റിലൊന്ന് ഇരുന്ന് നോക്കാം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇത് VXi മിഡിൽ വേരിയൻ്റ് ആണെങ്കിലും ഇതിന് ബാക്ക് സൈഡിലും പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഈ ഡോറിൻ്റെ ഈ ഒരു പിടിയുടെയൊക്കെ ഒരു ഫീല് കുറച്ച് കൊള്ളാം. സോ ഇപ്പം നമ്മളിരിക്കുന്നത് സെലീറിയോയുടെ ഇൻറ്റീരിയറിലാണ്. ഓക്കെ,
അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. ഇതിൽ സ്റ്റിയറിംഗ് വീൽ നോക്കിയേ, അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ. എനിക്കിതിൻ്റെ ഒരു പിടിക്കുമ്പോഴത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പം നോർമലി വരുന്ന മാരുതി സുസുക്കിയുടെ പുതിയ തരത്തിലുള്ള പുതിയ വാഹനങ്ങളിലെല്ലാം കാണുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണിത്. പിന്നെ എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഈ ഡയലാണ്. ഡയലെന്ന് മീൻസ് ഇപ്പോൾ ഓൺ ചെയ്ത് കാണിക്കാം, കണ്ടോ, ഇപ്പോൾ ഓണായി. ഇതിൽ സ്പീഡോമീറ്റർ വരുന്നത് അനലോഗാണ്, RPM മീറ്റർ വരുന്നത് അനലോഗാണ്. ഞാൻ പൊതുവേ RPM മീറ്റർ ഇപ്പോഴും എനിക്ക് അനലോഗ് വേണം എന്നാഗ്രഹമുള്ള ആളാണ്. കാര്യം നമ്മളിങ്ങനെ റേവ് ചെയ്യുമ്പോഴത്തേക്കേ ഈ സൂചി ഇങ്ങനെ പൊങ്ങി വരുന്നതിൻ്റെ ഒരു ഫീല് വേറെയാണ്. അപ്പോൾ അത് ഡിജിറ്റലിൽ കിട്ടില്ല. എൻ്റെ പേഴ്സണലി അഭിപ്രായം പറഞ്ഞാണ്. സോ അതുകൊണ്ട് ഞാൻ സെലീറിയോട് ഭയങ്കര പ്രേമത്തിലാണ് ഈ ഒരു കാര്യത്തിൽ. അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു ഡയലിനകത്ത് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം വരുന്നുണ്ട്. ഇതിപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇത് AMT ആണ്. സോ ഇത് ന്യൂട്രലാണ് കിടക്കുന്നത്. ഇത് ഫ്യൂവൽ ഗേജ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് മൈലേജ് കാണിക്കും. ഇപ്പോൾ 17.8 ആണ് ഇതിൻ്റെ ആവറേജ് മൈലേജ് കാണിക്കുന്നത്. ഓഫ് കോഴ്സ് ഇതിനെക്കാട്ടി കൂടുതൽ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഹിൽ ഏരിയ ആയതുകൊണ്ടാണ് ഇപ്പം ജസ്റ്റ് ഡൗൺ ചെയ്തൊക്കെ കയറി വന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. പിന്നെ എത്ര ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഒന്ന് കാണിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 25 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. നല്ല ക്ലൈമറ്റാണ്. പക്ഷേ എനിക്കത്ര നല്ലതല്ല, ലൈറ്റ് കുറവാണ്. ഞാനതുകൊണ്ട് ഗ്ലാസ് ഒന്ന് താത്തിടുവാണ്. കണ്ട ഇവിടെ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് അൺലോക്ക് വരുന്നുണ്ട്. പിന്നെ 4 ഡോറിൻ്റെ പവർ വിൻഡോയുടെ ഇത് വരുന്നുണ്ട്. നമുക്ക് താഴെ ഹെഡ്ലൈറ്റ് ലെവലറുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് ഉണ്ട്. ഫോഗ് ലാമ്പ് ശരിക്കും VXI വേരിയൻറ്റിൽ വരുന്നില്ല കേട്ടോ. അതൊരു നെഗറ്റീവ് കാര്യമാണ്. ഫോഗ് ലാമ്പ് അറ്റ്ലീസ്റ്റ് തരണം. ഫോഗ് ലാമ്പ് തരുന്നതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് മാരുതി സുസുക്കി? അത് മോശമല്ലേ? കാര്യം വേറെ മാനുഫാക്ചേഴ്സ് തരുന്നുണ്ടല്ലോ, ടാറ്റ തരുന്നുണ്ടല്ലോ ഫോഗ് ലാമ്പ്. സോ നിങ്ങൾക്ക് എന്തുകൊണ്ട് തന്നൂടാ? അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഒരുമാതിരി നമ്മുടെ അടുത്ത് ഇങ്ങനെ എല്ലാവരും മേടിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്, ഡിമാൻഡ് കൂടുതലാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ സാധനങ്ങൾ തരാതിരിക്കരുത്. ഇത് നമ്മൾ എക്സ്ട്രാ പൈസ മുടക്കി വെച്ചാണ് ഈ ഫോഗ് ലാമ്പ്. അതേപോലെ സ്റ്റീരിയോ പോലും തരുന്നില്ല VXI വേരിയൻറ്റിനകത്ത്. അത് ഞാൻ പറയും, അതിനകത്ത് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, ഒരുപാട് ദണ്ണമുണ്ട്. കാര്യം ടാറ്റ ടിയാഗോയിൽ, നമ്മൾ ഈ ടിയാഗോയിട്ട് കമ്പയർ ചെയ്യുമെന്ന് വെക്ക്. ടിയാഗോയിൽ മിഡിൽ വേരിയൻറ്റിലും ഇപ്പോൾ ഒരു സ്റ്റീരിയോ അടക്കം എല്ലാ സ്പെസിഫിക്കേഷൻസും തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല സ്റ്റീരിയോ ആണ്. ഹർമൻ കാണാൻ്റെ സ്റ്റീരിയോ ആണ് അതിനകത്ത് തരുന്നത്, സ്റ്റോക്ക് തന്നെ. അതേപോലെ തന്നെ ഈ നമുക്കിവിടെ പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൈഡ് മിറർ തരുന്നുണ്ട്, ഒരു ഓപ്ഷണലായിട്ട് തരുന്നുണ്ട് ഇപ്പം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ടാറ്റ ചെയ്യുന്നുണ്ട്. മാരുതി സുസുക്കിയുടെ അഹങ്കാരം എന്നാണെന്നറിയോ? നമ്മൾ ഇത്രയും ആൾക്കാരെ നമ്മളിത് പൈസ കൊടുത്ത് മേടിക്കാൻ തയ്യാറല്ലേ, അപ്പം ഇത്രയൊക്കെ ഞാൻ തരുന്നുള്ളൂ, നീ ഇത് വെച്ചോ എന്നതൊരു സംഭവമാണ് ഇവന്മാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. പിന്നെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് AC-യുടെ ഫാൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയുള്ള ഡയൽസാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്നത് ആവറേജാണ്, കുറച്ചുകൂടെ മെച്ചപ്പെടാം. സ്റ്റീരിയോ തരാത്തതിന് എനിക്ക് ഇങ്ങോട്ടൊന്നും പറയാനില്ല. ഇത് എക്സ്ട്രാ വെച്ചേക്കുന്ന സ്റ്റീരിയോ ആണ്, അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എക്സ്ട്രാ വെക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നല്ല സ്റ്റീരിയോസ് വെക്കാം. ഇത് അത്യാവശ്യം നല്ല സ്റ്റീരിയോ ആണ് കേട്ടോ, നല്ല പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, എൻ്റെ ബ്ലൂടൂത്തിൽ പെയ്ഡ് അല്ല. പിന്നെ ഇതിന് വിനൈൽ ഫ്ലോറിംഗ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ആക്സസറി ആയിട്ട്. സീറ്റ് നീക്കാനും തിരിച്ചിടാനും ഒന്നും വലിയ പാടൊന്നുമില്ല. ഇത് സീറ്റിൻ്റെ അപ്പോൾസറി എവിടെയാണ് ചെയ്യിപ്പിച്ചെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ലൈറ്റ് വൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇത് കൊള്ളാം. എന്തായാലും വൈറ്റ് അല്ല കമ്പനിക്ക് സ്റ്റോക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, എനിക്ക് നല്ലപോലെ അറിയാം. വൈറ്റ് ഇതിൻ്റെ ഓർഡർ മാറ്റിയിട്ടേക്കുന്നതാണ്. സോ അതും നല്ലൊരു കാര്യമാണ്. ഈ വണ്ടി സിംഗിൾ എയർ ബാഗ് വണ്ടിയാണ്. ഇവിടെ എയർ ബാഗ് ഇല്ല, ഇവിടെ എയർ ബാഗ് ഇല്ല ഗൈസ്. ഓക്കെ, അപ്പം നമുക്കിനി വണ്ടി ഓടിച്ചിട്ട് സംസാരിച്ചാലോ? ഓക്കെ, അപ്പം നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. എനിക്കിത് കുറച്ചുകൂടെ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഒരു ശകലം കൂടെ താഴ്ന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ്. ഇത് ഞാൻ മുമ്പേ സംസാരിച്ചിട്ടുണ്ടാവില്ല. ഇത് മേളിലോട്ട് തട്ടിയാൽ റിവേഴ്സാണ്. AMT എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ പറയുവാണ്. മേളിലോട്ട് തട്ടിയാൽ റിവേഴ്സാണ്. ഇത് ന്യൂട്രൽ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രൈവ് മോഡിലെത്തി. ആൻഡ് ഇനി മാനുവൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗിയർ ബോക്സ് ലെഫ്റ്റിലേക്ക് തട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ താഴേക്കൊരു തട്ടി കഴിഞ്ഞാൽ പ്ലസ് ആവും. അതിപ്പോൾ നിങ്ങൾ ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊരു തട്ടിയാൽ മതി. അതേപോലെ തന്നെ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ച് മേളിലേക്ക് ഒരു തട്ടിയാൽ മതി. ഓക്കെ, എപ്പോഴും നമ്മളങ്ങനെ ഓടിക്കണമെന്നൊന്നും ഇല്ല, എന്നാലും ഞാനങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. ആൻഡ് ഇതിലൊരു പവർ സോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചില പാർട്സിലൊക്കെ ഉള്ളൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റി അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പുതിയതായിട്ട് വരുന്ന ഓൾട്ടോയിൽ കുറച്ചുകൂടെ ബെറ്റർ തരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മളിത് ഇതിൻ്റെ കൂടെ ഇറങ്ങുന്ന ടിയാഗോയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ടിയാഗോ മച്ച് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഓടിക്കാം. സ്റ്റാർട്ടാക്കട്ടെ. ന്യൂട്രലിലേക്ക് ഇട്ടു, ജസ്റ്റ് എൻജിൻ ഓണായി. AC അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് ചില്ലാവുന്നുണ്ട്. ഇപ്പം നമ്മൾ നല്ല ചൂടത്തു നിന്നൊക്കെയാണ് വന്ന് കയറുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൂളാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവ് മോഡിലേക്ക് ഇടാം. ഓക്കെ, കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങുന്നുണ്ട്, കണ്ടോ? ഇതിപ്പോൾ ഞാൻ ഡ്രൈവ് മോഡിലിട്ടേക്കുവാണ്. ഓക്കെ, ഇപ്പം ഞാൻ ബ്രേക്കിൽ കാലമൃത്തി ബ്രേക്ക് ചവിട്ടി പിടിച്ചേക്കുവാണ്. ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, കണ്ടോ? വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻലി ഈ വണ്ടി സിറ്റി കണ്ടീഷനിൽ ഓടിക്കാൻ വേണ്ടി, സിറ്റി കാർ എന്നാണ് ഇതിനെ പറയുക അല്ലേ, സിറ്റി കണ്ടീഷനിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് മാരുതി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ എറണാകുളം സിറ്റി തന്നെ ഒരു എക്സാമ്പിൾ പറയാം. എറണാകുളത്ത് നമുക്ക് ഫുൾ ടൈം ട്രാഫിക് ബ്ലോക്ക് അല്ലേ. എടപ്പള്ളിയിലൊക്കെ പോയിട്ട് ജസ്റ്റ് ചങ്ങമ്പുഴ വരെ പോകണമെന്നുണ്ടെങ്കിൽ 3/4 മണിക്കൂറാണ് ചില സമയത്ത് എടുക്കുക. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ ഇങ്ങനെ കാലെടുത്തിട്ട് ഇങ്ങനെ കാലൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. സ്റ്റിയറിംഗ് മാത്രം പിടിച്ചാൽ മതി. ചില സമയത്ത് അതിൻ്റെ പോലും ആവശ്യം വരാറില്ല, വണ്ടി നേരെ ഇങ്ങനെ അനങ്ങാതെ പോയിക്കൊണ്ടിരിക്കുമല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ ജസ്റ്റ് കാല് കൊടുത്തിട്ട് ഒന്നെടുത്ത് കാണിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ് പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ കാല് കൊടുത്തെടുക്കാൻ പോവാണ്. 3, 2, 1. കാല് കൊടുത്തു. റെസ്പോണ്ടായി വരാനൊരു സമയം ഉണ്ടായിരുന്നു. 6000 RPM-ലാണ് ഇപ്പം ഗിയർ മാറിയത്. ഓക്കെ, കണ്ടോ? ഷൂന്ന് കയറുന്നുണ്ട്. ഈ എൻജിൻ എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ തന്നെ 998cc, അതായത് 1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്റർ എഞ്ചിൻ പ്രൊഡ്യൂസിങ് പവർ എന്ന് പറയുന്നത് 67 bhp പവറും 90 Nm ടോർക്കുമാണ്. അത് അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്ന ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് bhp നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. അതിന്റെ കാരണം ഈ വണ്ടി ലൈറ്റ് കാറാണ്, വണ്ടിക്ക് വെയിറ്റ് വളരെ കുറവാണ്, പിന്നെ ബോഡി ക്വാളിറ്റി കുറവായിരിക്കും. ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം മാരുതി സുസുക്കി ഡിസൈൻ ചെയ്യുന്നത് മൈലേജ് മാത്രം മെയിൻലി നോക്കിക്കൊണ്ടാണ് അവർ വണ്ടി ഡിസൈൻ ചെയ്യുക. കാര്യം ഇന്ത്യൻ കസ്റ്റമേഴ്സിന് എന്നാൽ അവർക്ക് കയ്യിലെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെല്ലാവരും മൈലേജ് നോക്കി, മൈലേജ് ഉണ്ടോ, എത്ര മൈലേജ് കിട്ടും. ഇപ്പോൾ ഒരു Audi R8 കണ്ടാൽ നമ്മൾ ചോദിക്കും, ഈ വണ്ടിക്ക് എത്ര മൈലേജ് എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. സോ അവർക്കത് അറിയാം. അത് അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജ് ആണ് വേണ്ടതെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ മാക്സിമം ബോഡി ക്വാളിറ്റി കുറച്ച് തന്നിട്ട് മൈലേജ് കൂട്ടി തരും. അതാണ് അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ അതാണ്. സോ അതുകൊണ്ട് ഈ വണ്ടിക്ക് നല്ല മൈലേജ് ഉണ്ട്. ഈ വണ്ടിക്ക് 18 കിലോമീറ്റർ എങ്ങനെ പോയാലും മൈലേജ് കിട്ടും. അതായത് ഇപ്പം ഞാൻ മുമ്പേ കാണിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് 17 കിലോമീറ്ററാണ് മൈലേജ് കാണിച്ചത്. 17.8 കിലോമീറ്ററാണ് മൈലേജ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെ പോയാലും ഒരു 18 ആവറേജ് കിട്ടുന്നുണ്ട് നോർമലി. ഈ വണ്ടി എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, 18 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 23 കിലോമീറ്റർ ആണ്. നമുക്ക് ഹൈവേയിൽ എങ്ങനെ പോയാലും ഒരു 21, 22 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ടയർ ഇപ്പം കിടക്കുന്നത് 165 സെക്ഷനാണ് ടയർ കിടക്കുന്നത്. പക്ഷേ ആ ടയർ ഇതിന് അത്ര റൈഡ് കംഫർട്ട് എനിക്ക് തരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ ചെറിയ ആവശ്യം കളിക്കുന്ന ആൾക്കാരെ ടയർ അപ്സൈസ് ചെയ്തിടേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ വണ്ടി നമ്മൾ ഡെയിലി ഒരു 80 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിക്കുന്ന വണ്ടിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം ഹൈവേയിലൂടെ ഓടിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടയർ മാറിയിടുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ടയർ ഈ കിടക്കുന്ന സ്റ്റോക്ക് ടയർ 165 ആയതുകൊണ്ടും ഈ വണ്ടിക്ക് ബോഡിയുടെ വലുപ്പമൊക്കെ അനുസരിച്ചും നല്ല ബ്രേക്കിങ്ങും കാര്യങ്ങളും പിന്നെ കോർണറിങ്ങും നിൽക്കെല്ലാം നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 185 ടയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് ഞാൻ പറഞ്ഞില്ല AMT ആണ്. AMT ആണെന്ന് പറഞ്ഞാലും നല്ല AMT ആണ്. ഇപ്പം ഇതിൻ്റെ AMT കാലിബ്രേഷൻ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്കത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാര്യം അതിൻ്റെ സംഭവം എന്നാന്ന് വെച്ചാൽ ഞാൻ നെക്സോൺ റിവ്യൂ ചെയ്തിട്ടുണ്ടായില്ലേ. അപ്പോൾ നെക്സോൺ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഗിയറിൻ്റെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് അറിയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഈ അടുത്തൊരു ടിയാഗോയുടെ AMT ഗിയർ ബോക്സ് ഉള്ള വണ്ടിയുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി എനിക്കൊരു പ്ലാനുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി എനിക്ക് ടിയാഗോ ഓടിച്ച് നല്ല പരിചയമുണ്ട്. അപ്പം ടിയാഗോ ഓടിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഓരോ ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് AMTയിൽ നാട്ടുകാർ അറിയും, അതുകൊണ്ട് അവൻ അടുത്ത ഗിയർ മാറിയെന്ന് അറിയാം. അങ്ങനത്തെ രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ടിയാഗോയ്ക്ക് വരുന്നത്. ജസ്റ്റ് മഴ പൊടിയുന്നുണ്ട്. വൈപ്പർ കൊള്ളാട്ടോ നല്ല രീതിയിൽ. ഇതിൻ്റെ സ്പ്രേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കില്ല. ടോട്ടൽ 6 സ്പ്രേ വരുന്നുണ്ട്. അത്യാവശ്യം ചെളികളും കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് തന്നെ പൊക്കോളും. പിന്നെന്താ, സസ്പെൻഷൻ നല്ലതാണ്. അത്യാവശ്യം നല്ല റൈഡ് കംഫോർട്ട് തരുന്നുണ്ട്. ചെറിയ പോട്ട് ഹോൾസ് ആയാലും അത്യാവശ്യം വലിയ ഹമ്പാണേലും കുഴിയാണേലും ഡിപ്പാണേലും അബ്സർവ് ചെയ്തെടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു റൈഡ് കംഫോർട്ട് തരുന്നത്. പിന്നെ ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ നല്ല അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് ഓൾട്ടോയിൽ ഞാൻ റിവ്യൂ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ഓൾട്ടോയുടെ നമ്മൾ പണ്ട് മാരുതി 800 ഇരിക്കുന്ന പോലെ തന്നെ ഭയങ്കര കുഴിയിലിരിക്കുന്ന ഒരു ഫീലാണ്.
ഇതതുപോലെ അല്ല, അത്യാവശ്യം നല്ല സീറ്റിംഗ് പൊസിഷനാണ്. എനിക്ക് നല്ല രീതിയിലെല്ലാം വിസിബിലിറ്റി ഉണ്ട്. ഫ്രണ്ട് ആയാലും സൈഡ് ആയാലും എല്ലാം നല്ല വിസിബിലിറ്റി ഉണ്ട്. ഇതൊരു AMT ആയതുകൊണ്ട് തന്നെ, ഐ മീൻ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ കൂടുതലും ലേഡീസ് അല്ലെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് സെലീറിയോ. നിങ്ങൾക്ക് ഒരു സെലീറിയോ മേടിക്കാനുള്ള ബജറ്റ് ഉണ്ട്. ഈ വണ്ടിയുടെ വില എന്ന് പറയുന്നത് ഒരു 6.5 ലക്ഷം രൂപയാണ്. ഇത് VXI വേരിയന്റ് ആണ്. ബാക്കി കിടന്നൊരു ചേട്ടൻ ഭയങ്കരമായിട്ട് പോകണ്ടെങ്കിൽ ഞാൻ കയറ്റി ഇട്ടിട്ട് പറയാം. പൊക്കോളൂ ചേട്ടാ, എനിക്കൊരു ധൃതിയില്ല. ബൈ. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയുടെ വില എന്ന് പറയുന്നത് 6.5 ലക്ഷം രൂപയാണ് ഏകദേശം ഓൺ റോഡ്. ഏകദേശം ഓക്കെ. എനിക്ക് കറക്റ്റ് ഇപ്പോൾ കരിവർ എപ്പോഴും ഓരോ ഓഫേഴ്സ് തരുന്നുണ്ട് മനുഷ്യനെ പറ്റിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് വില എനിക്കറിയില്ല. അപ്പോൾ 6.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ല, ബിഗിനേഴ്സിനും ലേഡീസിനും, പ്രത്യേകിച്ച് ലേഡീസിന് ഓക്കെ നല്ല രീതിയിൽ കംഫർട്ട് ആയിരിക്കും. കാര്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. നമുക്ക് സൈഡ് ഒക്കെ കാണാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഈ വണ്ടിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയതായിട്ട് പഠിച്ച് വന്നൊരാൾക്ക് മാനുവലി യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഈ വണ്ടി യൂസ് ചെയ്യാം. ഞാൻ പൊതുവെ മാനുവൽ കൈയാണ്. എനിക്ക് മാനുവലാണ് ഇഷ്ടം. ഗിയർ ചേഞ്ച് ചെയ്ത് ഓടിക്കാനാണ് ഇഷ്ടം. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് ഈ ഓട്ടോമാറ്റിക് ഓടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഓട്ടോമാറ്റിക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം ഇതിന്റെ ഷിഫ്റ്റിംഗ് ഒന്നും നമ്മൾ അറിയുന്നില്ല. ഷിഫ്റ്റിങ്ങിന്റെ കാര്യത്തിൽ മാരുതി സുസുക്കി ഭയങ്കരമായിട്ടൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം BS6 വന്നപ്പോഴത്തേക്കാണ് എനിക്ക് ഇത്രയും തോന്നുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇപ്പൊ ഇതിന്റെ ഒരു സെഗ്മെന്റിലുള്ള ടിയാഗോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടിയാഗോയ്ക്ക് എനിക്ക് സെയിം സെഗ്മെന്റ് എന്ന് പറയാമെങ്കിലും ടിയാഗോയ്ക്ക് കുറച്ചുകൂടെ വില കൂടുതലാണ് കേട്ടോ. ഈ വണ്ടി അത്ര വിലയില്ല. ടിയാഗോയ്ക്ക് ടോപ്പിന് ഏകദേശം 7.5 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ വില. പിന്നെ കുറേ സ്പെക്കും കാര്യങ്ങളും എല്ലാം കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ വിലയ്ക്കൊത്ത കാര്യങ്ങളും അതിനകത്തുണ്ടെന്ന് നമുക്ക് പറയാം. പിന്നെ ടിയാഗോ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണൊരു ഇതിനകത്തൊരു മെച്ചം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും ഇതിൻ്റെ എൻജിൻ്റെ ഒരു ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സുസുക്കിയുടെ ഈ ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു എഞ്ചിനാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു പെട്രോൾ എഞ്ചിൻ, അതായത് മൈലേജും പവറും എല്ലാം ഒരുമിച്ച് നമുക്ക് കിട്ടുന്ന ഒരു വളരെ നല്ലൊരു പെട്രോൾ എഞ്ചിൻ, റിഫൈൻഡ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കണ്ണടച്ച് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിരിക്കും മാരുതി സുസുക്കിയുടെ എല്ലാ വാഹനങ്ങളും. ഞാൻ വേണമെങ്കിൽ ഞാൻ മുമ്പേ കാണിച്ചു തന്നാണ് ഇതിൻ്റെ ഒരു പവർ ഡെലിവറി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് നിർത്തി. ഓക്കെ, കാല് കൊടുത്ത് എടുക്കാൻ പോകണേ. കണ്ടോ, 6000 RPM ഡ്രൈവ് ചെയ്യുന്നുണ്ട്. 60 കണ്ടോ, 80 എത്തി. തേർഡ് ഗിയറിൽ 80 എത്തി. സെക്കൻഡ് ഫസ്റ്റും എല്ലാം 6000 RPM ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷൂന്നാണ് 80 എത്തിയത്. 80 ഓടുമ്പോഴത്തേക്ക് നമ്മൾ അറിയത്ത് പോലുമില്ല. ജസ്റ്റ് ഇതിനകത്ത് അലാം സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് മാത്രം ഈ വണ്ടി 80 എന്ന് നമുക്ക് മനസ്സിലാവുന്ന അപ്പം മാത്രമാണ്. അതുവരെ നമുക്ക് ഇത് 80 കിലോമീറ്ററാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്കല്ല ഇത്ര സ്പീഡിലാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. കാര്യം സ്ട്രെയിറ്റ് ലൈനിൽ നല്ല സ്റ്റെബിലിറ്റി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു സിറ്റി കാറുന്നതിനെക്കാട്ടി ഉപരി നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ കുറച്ച് ലോങ് ട്രിപ്പിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഷുഡ് യു ബൈ ഇറ്റ് ഓർ നോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു 6.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു 7 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിങ്ങൾക്കൊരു പെട്രോൾ വാഹനം മേടിക്കണം. അതിന് നല്ല സർവീസും കാര്യങ്ങളും മെയിൻ്റനൻസും എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കംഫർട്ടായിട്ടുള്ള നല്ല റൈഡ് ക്വാളിറ്റി തരുന്ന നിങ്ങൾക്ക് ഇപ്പം നമുക്ക് മാരുതി സുസുക്കിയുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, തൊട്ടടുത്ത് നമുക്കൊരു എങ്ങനെ ഒരു 10 കിലോമീറ്റർ അടുത്ത് നമുക്കൊരു സർവീസ് സെന്റർ ഉണ്ടാവും എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ അകത്തുള്ളൊരു മെക്കാനിക്കിന് അത്യാവശ്യം ചെറിയ പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് മാരുതി സുസുക്കി ഇപ്പോഴും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മേടിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് സെലീറിയോ. അതിനകത്തൊരു വലിയ ഡ്രോബാക്കും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് പറയാനില്ല. പറയാനുള്ള ഡ്രോബാക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സെലീറിയോയുടെ വീഡിയോ ഞാൻ ശരിക്കും ചെയ്യണമോ എന്ന് കുറേ ആലോചിച്ചിരുന്നു കേട്ടോ. അപ്പോഴാണ് ഓൾട്ടോയുടെ റിവ്യൂ വീഡിയോയ്ക്കകത്ത് സെലീറിയോയുടെ ഓണേഴ്സ് ക്ലബ്ബിൽ നിന്ന് കുറച്ച് മച്ചാമാർ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെലീറിയോയുടെ പേജിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ പിന്നെ സെലീറിയോയുടെ വീഡിയോ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് അപ്പോഴാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എനിക്ക് കുറേ വീഡിയോസ് ഇതുവരെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.